ഹലോ ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മുടെ സാധാരണ വീട് നിർമ്മാണത്തിൽ നിന്ന് ഏകദേശം ഒരു 30% ലാഭത്തിൽ നമുക്ക് വീട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഈ ഫെറോസിമെൻറ്റ് വെച്ചിട്ടുള്ള നിർമ്മാണ രീതി എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ അകത്ത് ഇഷ്ടികയൊന്നും ഉപയോഗിക്കുന്നില്ല. ഫെറോസിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലാത്ത ആളുകൾക്ക് നമുക്ക് പറഞ്ഞു തരാം. സാധാരണ നമ്മുടെയൊക്കെ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഈ വാട്ടർ ടാങ്കുകളൊക്കെ നിർമ്മിക്കുന്ന നിർമ്മാണ രീതി ഉണ്ടല്ലോ, അത് ആകമേ ചെറിയ കമ്പികൾ ഉപയോഗിച്ചിട്ട് പുറമെ സിമെൻറ്റ് തേച്ചിട്ട് രണ്ട് സൈഡിലും അങ്ങനെ തിക്നെസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ശരിക്കും ഒരു ഭിത്തിയുടെയൊക്കെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് കനമാണ് വരുന്നത്. നമ്മളിപ്പോൾ കട്ടയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയുടെ തന്നെ 8 ഇഞ്ചാണ്. പിന്നെ അകമേയും പുറമേയും നമുക്ക് തേക്കണം. ഈ അങ്ങനത്തെ ഒരു തേച്ചിട്ടുള്ള ചിലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു 30% ലാഭത്തിൽ മറ്റ് നിർമ്മാണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയാനുള്ള ഒരു കാരണം കൂടെ കൂടിയിട്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട വേറൊരു മേന്മ എന്ന് പറയുന്നത് ഏത് ഭൂപ്രദേശം, അത് ചതുപ്പ് നിലമായിക്കോട്ടെ അല്ലാത്ത പ്രദേശങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോൾ ഷാജി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഇതിൻ്റെ നിർമ്മാണമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം 4 ലക്ഷം രൂപ മുതലുള്ള വീടുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും. അത് മാത്രമല്ല, നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരു സമയം എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് നമുക്കത് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകതകൾ. ഇപ്പം നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1650 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഈ ഫെറോസിമെൻറ്റ് നിർമ്മിച്ചെടുത്തേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഏതൊക്കെ രീതിക്ക് ഇത് ലാഭകരമാണെന്നൊക്കെ ഉള്ളത് വീടിൻ്റെ ഉടമസ്ഥനോട് നമുക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. ഇതാട്ടോ ഈ വീടിൻ്റെ ഗ്രഹനാഥൻ, പേര് പ്രയേഷ് ചേട്ടൻ. അപ്പോൾ പ്രയേഷ് ചേട്ടൻ ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് പ്രയേഷിനോട് ചോദിക്കാം എല്ലാ കാര്യങ്ങളും, അല്ലേ? പറയാല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും. പ്രയേഷ് ചേട്ടാ, ഇതേ നമുക്ക് ഈ വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഇതൊരു 1650 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു 3 മാസ കാലയളവ് കഷ്ടിച്ച്, അത്ര 3 മാസം പൂർണ്ണമായി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. 3 മാസ കാലയളവിനകത്ത് ഈ വീട് പൂർത്തീകരിച്ചിരുന്നു. ഞാനത് ഈ വീട് സെലക്ട് ചെയ്യാനുള്ള ഈ നിർമ്മാണ രീതി സെലക്ട് ചെയ്യുന്നതിന് തന്നെ പ്രധാനമായ ഒരു കാരണം ഉണ്ടായിരുന്നു. എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലം ഇത് ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ്, കണ്ട പ്രദേശമാണ്, മണ്ണടിച്ച് ഉയർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ, വീട് വെച്ച് കട്ട കെട്ടി വീട് വെക്കുന്ന എല്ലാത്തിനും ആ കട്ട വിണ്ട് വരുന്ന രീതി പ്രവണത ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇരുത്തലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു നിർമ്മാണ രീതി കാണുകയും 3-4 വർഷത്തോളം ഇത്തരം നിർമ്മാണ രീതികളുടെ പുറകെ യാത്ര ചെയ്യുകയും അവരെ ഈ നിർമ്മാണ രീതിയെല്ലാം കൃത്യമായി പഠിക്കുകയും ചെയ്തപ്പോൾ ഇത് നല്ല നിലയുള്ള നിർമ്മാണ രീതിയാണെന്നും, പിന്നീട് ഞാനിത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഭൂകമ്പ പ്രദേശങ്ങളിലൊക്കെ നിർമ്മിക്കുന്ന രീതിയാണ് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കുന്ന ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കുന്നതാണെന്നും മനസ്സിലാക്കിയോട്ട് ഞാൻ ഈ നിർമ്മാണ രീതി സെലക്ട് ചെയ്തത്. ഇതിൽ എൻ്റെ ഷായിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലുള്ള എഴുകുമ്പലുള്ള ഷായിച്ചേട്ടനാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഷായിച്ചേട്ടനെ കണ്ടുമുട്ടുന്നത് തന്നെ വളരെ അവിചാരിതമാണ്. കാരണം ഷായിച്ചേട്ടൻ എന്നോട് ഈ വീടിൻ്റെ നിർമ്മാണ രീതി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ രീതിയിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഷായിച്ചേട്ടൻ പൂർണ്ണമായും ലേബർ കോസ്റ്റിൽ മാത്രമാണ്. കാരണം മെറ്റീരിയൽ മുഴുവൻ നമ്മൾ ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ മെറ്റീരിയലുകളെല്ലാം ഇറക്കി നൽകിയാണ് ഇത് ഈ വീട് നിർമ്മാണം നടത്തി. അത് വലിയൊരു കാര്യം തന്നെ. കാരണം വെച്ചാൽ സാധാരണ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളുകളൊക്കെ അപ്പോൾ അവർ തന്നെ പർച്ചേസ് ചെയ്യുമായിരിക്കുമല്ലോ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ. അതിന് പകരമായിട്ട് ഷായിച്ചേനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് സെലക്ട് ചെയ്യാനൊരു ചാൻസ് തന്നു, അല്ലേ? അപ്പോൾ നമുക്ക് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി, എന്ത് ടൈപ്പ് കമ്പി ടാറ്റയുടെ കമ്പി, JSWൻ്റെ സിമെൻറ്റ്, അങ്ങനെ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പികൾ, പിന്നെ ആംഗ്ലറുകൾ, ഇതിനൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് ഇത് എപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാകുകയും അതനുസരിച്ച് ഞാൻ അപ്പം ഷായിച്ചേട്ടൻ തന്നെ പറഞ്ഞു, ഞങ്ങളിത് പൂർണ്ണമായി ഇതൊരിക്കലും ഒരാൾക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് അവർ പൂർണ്ണമായി ലേബർ കോൺട്രാക്റ്റ് മാത്രമായിരുന്നു. ഞാനാണ് ഇതിൻ്റെ പൂർണ്ണമായ മെറ്റീരിയലുകളെല്ലാം എടുത്തു കൊടുത്തത്. അങ്ങനെയാണ് ഈ വീടിൻ്റെ നിർമ്മാണ രീതി. ഈ കാണുന്ന പടിപ്പുരയാണല്ലോ, ഈ പടിപ്പുര തൊട്ട് ഇതിൻ്റെ മതിലുകൾ, ഇതിൻ്റെ എല്ലാ നിർമ്മാണ രീതികളും പൂർണ്ണമായും ഫെറോസിമെൻറ്റിലായിരുന്നു നിർമ്മിച്ചത്. എനിക്കിത് ആദ്യമൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് ഇതിൻ്റെ മതിൽ നിർമ്മാണമൊക്കെ തോന്നിയിരുന്നത്. കാരണം ഓരോ കമ്പികൾ കുത്തി വളരെ സിമ്പിളായിട്ടാണ് ഇത്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നാണ് ഇതിൻ്റെ നിർമ്മാണ രീതി പൂർത്തീകരിച്ചുകൊണ്ട് വന്നിരുന്നത്.
നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ടിട്ടില്ലേ ചില വീടുകളുടെ ഫൗണ്ടേഷൻ്റെ നിർമ്മാണം, അതായത് ഈ പഴയ നേരത്തെ കല്ലെല്ലാവരും പൊതുവിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേൽ ബെൽറ്റ് വാർത്തിട്ടൊക്കെയാണ് ഈ ലോ കോസ്റ്റ് വീടുകളുടെയൊക്കെ ഫൗണ്ടേഷൻ നിർമ്മിച്ച് വരുന്നത്. പക്ഷേ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫെറോസിമെൻറ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്ന സ്ഥാനത്ത് ഫെറോസിമെൻറ്റിലാണ് നമ്മൾ നിർമ്മിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 900 സ്ക്വയർ ഫീറ്റ് പണിതാൽ മതിയാവും. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ കട്ട ഉപയോഗിക്കുന്ന കട്ടയുടെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ 2 സൈഡിൽ നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ച് തേക്കണം. അതപ്പോൾ ഓരോ ഇഞ്ച് കൂടി 2 ഇഞ്ചും കൂടെ കൂടുതൽ വന്നിട്ട് മൊത്തത്തിൽ 10 ഇഞ്ചായിട്ട് അതിൻ്റെ തിക്നെസ് വരുന്നുണ്ട്. അതേസമയം ഫെറോസിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനാകെ 4 ഇഞ്ച് മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. അതായത് ഇന്ത്യയിലുള്ള വ്യാപ്തി, റൂമിൻ്റെയൊക്കെ വ്യാപ്തി നമുക്ക് കൂടുതലായിട്ട് വിനിയോഗിക്കാൻ വേണ്ടി സാധിക്കും. മറ്റേ തിക്നെസ് കൂടുതലും, ഇത് തിക്നെസ് കുറവായതുകൊണ്ട് വ്യാപ്തി കൂടുതലായിട്ട് കിട്ടും. അതുകൊണ്ട് 900 സ്ക്വയർ ഫീറ്റ് നമുക്കത് മതിയാവും. അപ്പോൾ അതിൻ്റെ കാര്യം ഈ ഫെറോസിമെൻ്റ് ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ കട്ടയൊക്കെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തേപ്പ് വരുന്നുണ്ടല്ലോ. ഇതിനെ സംബന്ധിച്ചിടത്തോളം വേറെ തേപ്പില്ല, ആ ഒറ്റ തേപ്പ് മാത്രം, ആദ്യത്തെ ഒരു തേപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ സ്റ്റെപ്പുകൾ മാത്രം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ വെറ്റിഫൈൽ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വുഡൻ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട്. ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രത്യേകതയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുമാത്രമല്ല ഇതിൻ്റെ നമ്മുടെ കാർ പോർച്ച് ശരിക്കും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മുടെ GI പൈപ്പിൽ വെൽഡ് ചെയ്തിട്ടത് ഓട് പാകിയൊക്കെ ചെയ്തിരിക്കുന്നത്. സീലിംഗ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ജിപ്സ് സീലിങ്ങിന് പറകോള അങ്ങനെ LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ സിറ്റ് ഔട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. നമ്മളിതിൻ്റെ ഹാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിരിക്കുന്നത് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാക്കനാട് ബേസ് ചെയ്തിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ആളുടെ കമ്പനിയാണെന്നാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ജിപ്സം സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്ട്രിപ്പ് ലൈറ്റും പാനൽ ലൈറ്റും അതുപോലെ മാച്ചാവുന്ന നല്ല കളറൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം ഉൾപ്പെടെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ തന്നെ 2 കിച്ചൺ ഉണ്ട്. ഒരെണ്ണം ഗ്യാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഒരെണ്ണം നമുക്ക് വിറകിൻ്റെ അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു കിച്ചൺ ഉണ്ട്. അങ്ങനെ രണ്ടുണ്ട്. പിന്നെ ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഹാളുണ്ട്. അതൊക്കെയാണ് റൂമുകളുടെ വിശേഷം എന്ന് പറയുന്നത്. വാ, നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കണ്ടേക്കാം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു പൂജാമുറിയൊന്നുമില്ല. ഇത് നമ്മുടെ ക്രാഫ്റ്റ് എഞ്ചിനീയറിംഗിലെ സുജിത്തിൻ്റെ ഒരു ഡിസൈൻ മാത്രമാണ്. ഇത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ നിർമ്മിച്ചു. അവരുടെ വീട്ടിലുള്ള കാപ്പിയുടെ വേരുകൊണ്ട് അവർ കൊത്തുപണി ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഇതാണ് ബെഡ്റൂം. ഈ കട്ടിൽ ഒരു ബോക്സ് ടൈപ്പ് കട്ടിലാണ്. ഈ കട്ടില് ഇതിൻ്റെ ഈ അലമാരി റൂഫ് എല്ലാം സുജിത്തിന്റെ ഇന്ത്യയിലാണ്. ഈ കബോർഡൊക്കെ അവർ തന്നെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നത്. അവർ തന്നെ ചെയ്തിരിക്കുന്നതാണ്. മറ്റൊരു ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരി ശരി, ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാള് കാണാം. ഇപ്പോൾ ഹാളിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ ഉണ്ട്. അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. 3 ബെഡ്റൂമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇനിയിപ്പോൾ ഹാളിലെന്ന് പറയാനായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫ്. അതുപോലെ താഴെ ചെറിയൊരു കബോർഡ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് സ്ക്വയർ ടൈപ്പിൽ ജിപ്സം സീലിംഗ് ചെയ്തേക്കാണ്. അത് LED ലൈറ്റ് 4 LED ലൈറ്റ് 6 വാട്ടിൻ്റെ 4 LED പാൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് വാം വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇത് എൻ്റെ മോളാണ്. ഇതിവിടെ മുറിയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ അവൾ തന്നെ പറയട്ടെ. അപ്പോൾ എൻ്റെ മുറി മാസ്റ്റർ ബെഡ്റൂമിനെ അപേക്ഷിച്ചാണെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ്. സോ ഇവിടെ എനിക്ക് കുറേ കബോർഡ്സ് തന്നിട്ടുണ്ട്, ആ ഒരു ഡ്രസ്സസ് വെക്കാനായിട്ടും യൂണിഫോം ആണെങ്കിലും. സോ ഇതെൻ്റെ ടേബിളും സ്റ്റഡിങ് ഏരിയ, എൻ്റെ ബുക്സ്, സ്റ്റേഷനറി ഐറ്റംസ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിട്ട് ടാബും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്കിപ്പം പഠിക്കാനായിട്ടുള്ളത്. സോ ഇവിടെ ആയിട്ട് എൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണ്. സോ ഇവിടെയും കുറേ കബോർഡ്സ് ഉണ്ട്. സോ ഇവിടെ ഡ്രസ്സസ് വെക്കാനും മറ്റ് ഗേർലി ഐറ്റംസ് ഒക്കെയാണ് എൻ്റെ കൂടുതലായിട്ടുള്ളത്. സോ ഇവിടെ ആയിട്ട് എൻ്റെ ബെഡിനോട് അടുത്തായിട്ട് 2 കബോർഡ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മുറി. സോ നമുക്കിനി നെക്സ്റ്റ് റൂം വെക്കാം. ഇത് എൻ്റെ അച്ഛമ്മയുടെ മുറിയാണ്. സോ ഇവിടെ വലിയായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഒരു നോർമൽ ആയിട്ടുള്ള മുറിയാണ്. ഇവിടെ പക്ഷേ സീലിംഗ് വർക്ക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കബോർഡ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു നോർമൽ ആയിട്ടുള്ള മുറിയാണ്. നെക്സ്റ്റ് ഇനി കിച്ചൺ പാർട്ടാണ്. അപ്പം അമ്മയുടെ ഭാഗമാണ്. അപ്പം അമ്മ എന്ന് പറയട്ടെ. ഇത് അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചണാണ്. ഞാൻ ആദ്യം ഇത്
ഓർത്തു സിമ്പിൾ ഇത്തിരി ചെറുതായിരിക്കും, കുറച്ചുകൂടി വലിപ്പം വേണമെന്നൊക്കെ ആയിരുന്നു പണിതുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ല, എനിക്ക് സൂട്ടബിൾ ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്യാസിന്റെ ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഗ്യാസിലുള്ള സാധനങ്ങൾ മാത്രമേ. പിന്നെ കബോർഡും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് വർക്ക് ഏരിയ ഇല്ല, വർക്ക് ഏരിയക്ക് പകരമായിട്ടൊരു അടുപ്പ് ഞങ്ങള് ചോറൊക്കെ വെക്കാൻ വേണ്ടി പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു ഗ്യാസ് വെച്ചിട്ടുണ്ട്. ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതായത് സാധാരണ വീടുകളുടെ നിർമ്മാണത്തെ അപേക്ഷിച്ചിട്ട് ഫെറോസിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ നിർമ്മിക്കുന്നത് എന്നുണ്ടെന്നുണ്ട് 30% ലാഭകരമായിരിക്കും ഈ രീതിക്കനുസരിച്ച് വീട് നിർമ്മാണത്തിന്. അപ്പോൾ ഇത് നിർമ്മിച്ച ചേട്ടനെ നമുക്ക് ഷായിച്ചേട്ടനെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല, കാരണം വെച്ചാൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് പ്രൊജക്റ്റുകളുണ്ട്, വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ തിരക്കിലാണ്. എന്തായാലും മറ്റൊരു സ്ഥലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.